എറണാകുളത്തൊക്കെ പോയതുകൊണ്ട് ഹൈ റേഞ്ച് ബസ്സൊക്കെ വരുമ്പോഴേ ഈ പ്രത്യേകിച്ച് കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന ബസ്സിൽ വിളിച്ചു പറയുന്ന സംഭവമുണ്ട്. നേരമംഗലം കീരത്തോട് ചേരച്ചോട് കരിമ്പൻ തടിയമ്പാട് ചെറുതോണി വഴി കട്ടപ്പന, അങ്ങനെയാണ് വിളിച്ച് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും കൂടി പറയാം. നേരമംഗലം കീരത്തോട് ചേരച്ചോട് കരിമ്പൻ തടിയമ്പാട് ചെറുതോണി വഴി കട്ടപ്പന, അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനും ഒരു ചെറിയ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു ചെറിയ ജംഗ്ഷനാണ് കരിമ്പൻ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 43 കിലോമീറ്റർ നേര്യമംഗലത്ത് നിന്ന് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും കരിമ്പനിൽ നിന്നാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന മുരിക്കാശ്ശേരിക്കും അതുപോലെ തന്നെ തോപ്രാംകുടിക്കും സ്ഥലങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് കരിമ്പനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കരിമ്പൻ്റെ കാഴ്ച ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. മൊത്തം ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. യാത്ര കൊണ്ട് തുടങ്ങാം അല്ലേ. നമ്മൾ കരിമനിലേക്ക് പോകുന്നതിന് മുമ്പ് കരിമനിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മുരിക്കാശ്ശേരി റൂട്ടിലുള്ള ഈ കരിമൻ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാതെ കരിമൻ്റെ കാഴ്ച പൂർത്തിയാവില്ല കേട്ടോ. അപ്പോൾ ഈ പാലം ശരിക്കും 2015 ഇതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വിട്ടത്. ഇത് പെരിയാറിൻ്റെ നദിക്ക് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത് ശരിക്കും വാഴത്തോപ്പ് പഞ്ചായത്തിനെയും അതുപോലെ തന്നെ മരിയോപുരം പഞ്ചായത്തിനെയും വാത്തിക്കുടി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാലം ഇങ്ങനെ സ്ഥാപിതമായത്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ പെരിയാർ നദിയുടെ കുറുകയാണെന്നുള്ള കാര്യം. അതിനു മുമ്പ് നമുക്ക് താഴെ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഒരു ചപ്പാത്തുണ്ടായിരുന്നു. ആ ചപ്പാത്ത് വഴിയായിരുന്നു വാഹനങ്ങൾ മുരിക്കാശ്ശേരിക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയൊക്കെ ഈ പെരിയാറിനെ കുറുകെ കടന്നുകൊണ്ടിരുന്നത്. എന്നാൽ മഴക്കാലങ്ങളിൽ ഈ ചപ്പാത്ത് പലപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലാവും, അങ്ങനെ യാത്ര മുടങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് 2015 ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് തുറന്നു കൊടുത്തത്. ഇടുക്കിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ പാലം. ധാരാളം കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ കരിമനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നമ്മൾ മുരിക്കാശ്ശേരി റൂട്ടിലേക്ക് വന്നാൽ ഈ പാലത്തെ വന്നാൽ കുറേ നേരം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും ഫോട്ടോഷൂട്ടും വീഡിയോഗ്രാഫിയും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്ലേസ് ആണ് കേട്ടോ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ പാലത്തിൻ്റെ സൈഡിലുണ്ട്. മഴക്കാലമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട നല്ല വൈബായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കരിമൻ്റെ കാഴ്ചകളിലേക്ക് അങ്ങോട്ട് യാത്ര തുടരാം അല്ലേ. കാണുന്ന സ്ഥലം നമ്മുടെ പെരിയാറാണേ. നമ്മുടെ ഇടുക്കി ഡാമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ താഴെയുള്ള പെരിയാറിൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഏതാണ്ട് തുടക്ക ഭാഗം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഈ പെരിയാറിൻ്റെ തീരത്താണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കരിമ്പൻ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കരിമ്പൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ. മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് കരിമ്പൻ എന്ന് പറയുന്നത്. ഒരു പട്ടണമായിട്ട് അല്ലെങ്കിൽ ഒരു ചെറു പട്ടണമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. ശരിക്കും നിങ്ങൾ ഇടുക്കി നേര്യമംഗലത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ഈ ഒരു ടൗൺ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. 185 ദേശീയപാത ഈ ഒരു ഗ്രാമം വഴിയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഇടുക്കിയിലെ ബിഷപ്പ് ഹൗസ്. ബിഷപ്പ് ഹൗസ് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ കത്തീഡ്രൽ പള്ളി ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ അപ്പുറമുള്ള തടിയമ്പാട് വാഴത്തോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ കാണുന്ന മേഖലയിൽ ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിഷപ്പ് ഹൗസിൻ്റെ അവിടുന്ന് നമ്മൾ കരിമ്പൻ മുരിക്കാശ്ശേരി റൂട്ടിലാണ് ബിഷപ്പ് ഹൗസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കരിമ്പൻ സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഇടുക്കി നേര്യമംഗലം റൂട്ടിലേക്കാണ് ഈ ഒരു വഴി ചെന്ന് സംഗമിക്കുന്നത് കേട്ടോ. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ കരിമ്പൻ്റെ ഈ ഒരു മേഖല ഉണ്ടല്ലോ ധാരാളം വർക്ക്ഷോപ്പുകളുള്ള ഒരു മേഖലയായിരുന്നു. നമുക്കറിയാം ഇടുക്കിയിൽ ഒരുപാട് ജീപ്പുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കരിമ്പൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ജീപ്പ് വർക്ക്ഷോപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഇപ്പം ജീപ്പുകൾ വളരെ കുറവായതുകൊണ്ട് വർക്ക്ഷോപ്പുകളൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളങ്ങനെ മുരിക്കാശ്ശേരി റൂട്ടിൽ കൂടെ സഞ്ചരിച്ചിട്ട് കരിമ്പൻ്റെ സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ രണ്ട് സൈഡും ധാരാളം കടകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് ഒരു കാലഘട്ടത്തിൽ കോളേജിലൊക്കെ പോകാൻ വേണ്ടി ജീപ്പൊക്കെ കയറി കുട്ടികൾ പോകുന്ന ഒരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു. കാരണം വെച്ചാൽ മുരിക്കാശ്ശേരിയിലേക്ക് ബസ് സർവീസ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജീപ്പുകൾ മാത്രമായിരുന്നു മുരിക്കാശ്ശേരിയിലേക്കുള്ള ആശ്രയം കേട്ടോ.
അങ്ങനെ ഫൈനലി നമ്മൾ കരിമൻ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ചെറുതോണിക്കും എറണാകുളത്തിനും അതുപോലെ തന്നെ മുരിക്കാശ്ശേരിക്കും തോപ്രാംകുടിക്കും ഒക്കെ പോകുന്നത് കേട്ടോ. ഈ ഒരു ജംഗ്ഷൻ ഒരുപാട് പേരുടെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ജംഗ്ഷനാണ്. കാരണം ഇവിടെ നിന്നാണ് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിലേക്ക് ഒരു കാലഘട്ടത്തിൽ ട്രിപ്പ് ജീപ്പിൽ സർവീസ് ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ കരിമൻ്റെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായിരുന്നു. ബസ് സ്റ്റാൻഡിന് പണിയുന്നതിന് മുമ്പ് ബസ്സുകൾ വന്ന് നിർത്തുന്നതും ആളുകൾ പല വഴിക്ക് കയറി പോകുന്നതും ഒക്കെ ഈ ഒരു ജംഗ്ഷനിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ നമുക്ക് നിരവധി കടകളും സ്ഥാപനങ്ങളും കാണാം. അതുപോലെ തന്നെ ചെറിയൊരു കുരിശുപള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള 1-2 കടകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചെറുതോണി വഴിയിലേക്കാണ്. അപ്പോൾ ഈ മേഖലയിലും നമുക്ക് നിരവധി ബാങ്കുകൾ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെയുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ചെറുതോണി റൂട്ടിലേക്ക് ഏതാണ്ട് കരിമ്പൻ ടൗണിൻ്റെ അവസാന മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ ആ മേഖലയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. കൂടാതെ നമ്മൾ ചെറുതോണിയിൽ നിന്ന് കരിമനിലേക്ക് വരുന്ന റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കിവിടെ നിന്ന് മുരിക്കാശ്ശേരിക്കും തോപ്രാംകുടിക്കും എറണാകുളത്തിനൊക്കെ തിരിഞ്ഞു പോകുന്ന ബോർഡുകൾ നമുക്ക് കാണാവേ. നമ്മളങ്ങനെ കരിമൻ ടൗണിൽ യാത്ര ചെയ്തിട്ട് ഇനി കരിമൻ ബസ് സ്റ്റാൻഡിനെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഇടുക്കി നേര്യമംഗലം റൂട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ബാങ്കുകൾ, അതുപോലെ തന്നെ ലോഡ്ജുകൾ, ഹോം സ്റ്റേകൾ, ടെക്സ്റ്റൈൽസുകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങളുള്ള മനോഹരമായിരിക്കുന്ന ഒരു നാടാണ് ഈ കരിമൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു കരിമനിൽ ഒരു കാലഘട്ടത്തിൽ ബസ് സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു, സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു വാഹനങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഈ കരിമനിലുണ്ടായത്. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്, അത്യാവശ്യം ആളുകൾക്ക് കയറിയിരിക്കുവാനും പോകാനും വരാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നിങ്ങൾ എറണാകുളത്ത് നിന്ന് കരിമനിലേക്ക് വരുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്ന ഈ ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നേ. അപ്പം നമ്മൾ രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ കരിമനിലേക്ക് വന്നതാണ്. കരിമനിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴ. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറിയുള്ളൊരു കാലാവസ്ഥയാണ് ഇടുക്കിയിലേക്ക് റൈഡിംഗ് ഒക്കെ പോകാൻ പറ്റിയിരിക്കുന്ന, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടൊക്കെ ഇടുക്കിയിലേക്ക് വരാൻ പറ്റിയിരിക്കുന്ന നല്ലൊരു കാലാവസ്ഥയാണ്. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന വഴി, അതായത് 185 ദേശീയപാതയാണ്. നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്ന് ആരംഭിച്ച് ശരിക്കും കുമിളിയിൽ അവസാനിപ്പിക്കുന്ന ദേശീയപാതയാണ് കേട്ടോ. അത് ഈ കരിമൻ ടൗൺ വഴിയാണ് കടന്നു പോകുന്നത്. അതുകൂടാതെ എറണാകുളം കട്ടപ്പന മെയിൻ വഴിയാണ്, അതുപോലെ തന്നെ തൊടുപുഴ കട്ടപ്പന മെയിൻ വഴിയുമാണ് ഇത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറും ബസ് സർവീസ് ഉള്ള ഒരു റൂട്ടാണ് ഈ കരിമൻ വഴി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ ധാരാളം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് തന്നെ. ഈ ബസ് സ്റ്റാൻഡ് വന്നുകൊണ്ട് തന്നെ വികസിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറേ ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ നേരെ നമുക്ക് ഓപ്പോസിറ്റ് ഒരു മസ്ജിദിൻ്റെ കാഴ്ച നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഈ കരിമനിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴി കുറച്ച് വർക്ക്ഷോപ്പുകൾ, സ്പെയർ പാർട്സ് കടകൾ ഒക്കെയാണ്. അത് കഴിഞ്ഞൊരു പാലമൊക്കെ കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞു പോയാലാണ് ഈ ഗ്രാമത്തിലെ പള്ളിയും ചെറിയ സ്കൂളും കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ യാത്ര തുടരാം. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി ശരിക്കും എറണാകുളം പോകാൻ പറ്റുന്ന വഴിയാണ്. അതുപോലെ ചേലച്ചോട്ടി ചെന്നിട്ട് തൊടുപുഴയ്ക്കും പോകാൻ പറ്റുന്ന വഴിക്കിടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എറണാകുളം റൂട്ട് 185 ദേശീയപാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ഈ പാലം കഴിഞ്ഞ് ഇടത്തേക്ക് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയാൽ കരിമ്പങ്കാനം എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ, ഒരു സ്ഥലമുണ്ട്. പണ്ട് കൂപ്പൊക്കെ ഇറക്കി പോയ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ അടിപൊളി ഹൈ ക്ലാസ് വീടുകൾ, ധാരാളം ഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഇടത്തേക്കൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ ഈ മേഖല എല്ലാം വർക്ക്ഷോപ്പുകളുടെ കേന്ദ്രമാണ്. വർക്ക്ഷോപ്പുകൾ
ഷോപ്പുകൾ, സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള മേഖലയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് കുറച്ച് ദൂരം നമ്മൾ പോയി കഴിയുമ്പോഴാണ് ഈ ഗ്രാമത്തിലെ പള്ളിയുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പബ്ലിക് സ്കൂളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ ഏകദേശം പള്ളിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് കരിമലിലെ പള്ളി കേട്ടോ. അപ്പം നമ്മൾ സെൻറ്റ് മേരീസ് ചർച്ച് കരിമൽ എന്നാണ് ഈ പള്ളിയുടെ പേര്. നമ്മൾ ആദ്യം കണ്ട പാലമില്ലേ, ആ പാലത്തിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം ഉള്ളിലേക്ക് കയറി വന്ന നമ്മൾ രാവിലെ കരിമ്പൻ പാലത്തേത് തുടങ്ങിയിരിക്കുന്ന നമ്മുടെ കരിമ്പൻ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, അല്ലെങ്കിൽ കരിമ്പൻ പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമുക്കിത് ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പം നമ്മളിത് മനോഹരമായിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ അടുത്ത് വെച്ച് നമ്മളിത് അങ്ങോട്ട് ബൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.